കുറച്ചുകൂടി കൂടുതലായിട്ട് വെള്ളം പിടിച്ചെടുത്ത് നിർത്താനായിട്ട് സഹായിക്കും. അതുപോലെ കറിവേപ്പില വളരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കും ചെയ്യും. അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള ഈ ചെങ്കലിൻ്റെ വലിയ പീസുകൾ നമുക്ക് ഇതിൻ്റെ ഈ ചട്ടിയുടെ ഏറ്റവും അടിയിലാണ് വെക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഹോളുള്ള ചട്ടിയാണ് എടുക്കേണ്ടത്. നല്ല ഹോൾ ഉണ്ടാകുന്ന ആദ്യം തന്നെ നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ചട്ടിയുടെ ചെങ്കലിൻ്റെ വലിയ വലിയ പീസുകൾ നമുക്ക് ഇതിൻ്റെ ചട്ടിയുടെ അടിയിലൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം കുറച്ച് അതിൻ്റെ ചെറിയ ചെറിയ പൊടികൾ ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ നമുക്കിതിനെ കൂടുതലായിട്ട് നീർവാർച്ച ഉണ്ടാവാനും വളരെ നല്ലതാണിത്. ഇങ്ങനെ ഒരു ലെയർ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ചകിരി പീസുകളാണ്. ഇതുപോലെ നമുക്ക് പഴയ ചകിരി പീസുകൾ പൊടിഞ്ഞിട്ടുള്ള ചകിരി പീസുകൾ, പുതിയതല്ല. അത് നമുക്ക് കുറച്ച് പീസുകൾ എടുക്കാം. ഇനിയിപ്പോൾ ചകിരിയുടെ പീസുകൾ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കരിയില, ഇതുപോലെ പൊടിഞ്ഞിട്ടുള്ള കരിയില ചേർത്ത്